പ്രാർത്ഥനകളോടെ ആറ്റുകാലമ്മയുടെ നടയിലെ പൊങ്കാല സമർപ്പണമെന്ന ലക്ഷ്യം പൂർത്തീകരിച്ച് ഭക്തജനലക്ഷങ്ങൾ ആദിപരാശക്തിയായ അമ്മയ്ക്ക് മുന്നിൽ നോവുകളും നിറവുകളും സമർപ്പിച്ച് ആത്മസായുജ്യമടയുന്ന ആറ്റുകാൽ പൊങ്കാല അനന്തപുരിയെ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയാക്കി മാറ്റി. ഭർത്താവിൻ്റെയും കുട്ടികളുടെയും അച്ഛനമ്മമാരുടെയും ആയുരാരോഗ്യത്തിനും മനഃശാന്തിക്കും സമ്പൽ സമൃദ്ധിക്കും ഒപ്പം നാടിൻ്റെ അഭിവൃദ്ധിക്കുമായി തീക്ഷ്ണമായ വേനൽ താപം ഒരു കുളിർമയായി ഏറ്റുവാങ്ങി വ്രതത്താൽ സ്ഫുടം ചെയ്ത മനസ്സും ശരീരവുമായി ലക്ഷോപലക്ഷം ഭക്തർ തിളച്ചു പൊങ്ങി ഉയരുന്ന പൊങ്കാലയാകുന്ന ആനന്ദം ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ചു. ശുദ്ധ പുണ്യാഹത്തിന് ശേഷം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകർന്നു. ഇതേ ദീപം വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിനു മുന്നിലൊരുക്കിയ പണ്ടാര അടുപ്പിലും പകർന്നു. പിന്നാലെ ഭക്തരൊരുക്കിയ അടുപ്പുകളിലും അഗ്നി എന്ന ശുദ്ധി ഉയർന്നു പോകും. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അകമ്പടിയാക്കി ദുഃഖങ്ങളെ കനലിലെരിച്ച് ജീവിത ആനന്ദത്തിൻ്റെ മധുരം നിവേദിച്ച പൊങ്കാല സമർപ്പണമെന്ന ആത്മസായുജ്യത്തിന് ഉദയസൂര്യനും തലസ്ഥാന നഗരിയും സാക്ഷിയായി. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത്. ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. പൊങ്കാലയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളുണ്ട്. മഹിഷാസുരവധത്തിനു ശേഷം എഴുന്നള്ളിയ ദേവിയെ സ്ത്രീകൾ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിച്ചു എന്നതാണ് അതിലൊന്ന്. നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുല പറിച്ചെറിഞ്ഞ് തൻ്റെ നേത്രാഗ്നിയിൽ മധുരാപുരി ചുട്ടരിച്ച കണ്ണകി കൊടുങ്ങല്ലൂർ അമ്മയിൽ വിലയം പ്രാപിച്ചു. കണ്ണകിയുടെ വിജയം സ്ത്രീകൾ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നുവെന്നാണ് മറ്റൊരൈതിഹ്യം. ഐതിഹ്യം എന്തായാലും ശാന്തിക്കും സമാധാനത്തിനും നാടിൻ്റെ മൊത്തം ഐശ്വര്യത്തിനുമായുള്ള ഈ സമർപ്പണം തന്നെയാണ് ഹൈന്ദവ ആചാരങ്ങളെ സനാതനമാക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമെന്നും അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്നുകൂടി ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു. ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ അനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലും ശാർക്കര ദേവീക്ഷേത്രത്തിലെയും പൊങ്കാല അതിപ്രശസ്തവും പ്രാധാന്യമുള്ളതുമാണ്. വിദേശ രാജ്യങ്ങളായ അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് തുടങ്ങി മലയാളികളുടെ സാന്നിധ്യമുള്ള മിക്ക വിദേശ രാജ്യങ്ങളിലും ഇതേ ദിവസം ആറ്റുകാൽ പൊങ്കാല ആചരിക്കപ്പെടുന്നുണ്ട്. അമ്മയുടെ നടയിൽ പല കാരണങ്ങളാൽ എത്തുവാൻ കഴിയാതെ സ്വന്തം ഭവനങ്ങളിൽ പൊങ്കാലയർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തർ വേറെയുമുണ്ട്. ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ എൻ്റെ സഹയാത്രികയും വീട്ടിലാണ് ഇത്തവണ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചത്. ഇനി ഒരല്പം വേറിട്ട ചിന്തയാണ് മന്ത്രയ്ക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ഫേസ്ബുക്കിൽ ഒരു മാന്യദേഹത്തിൻ്റെ പൊങ്കാലയെന്ന ആത്മസമർപ്പണത്തെ കളിയാക്കി ഒരു പോസ്റ്റ് മന്ത്ര ഇന്ന് രാവിലെ കാണുവാനിടയായി. ടിയാൻ്റെ പ്രൊഫൈലിൽ ഫ്രീ തിങ്കർ, എത്തിസ്റ്റ് എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്കെല്ലാം സുപരിചിതയായ ഫിലിം സ്റ്റാർ ചിപ്പിയുടെ ഫോട്ടോ ഇട്ട് അതിന് അടിക്കുറിപ്പായി പറഞ്ഞിരുന്നത് നഗരത്തെ പുകയ്ക്കുന്ന ബ്രാൻഡ് അംബാസിഡർ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിനായി ഈ തിരക്കിലെവിടെയോ അദ്ദേഹത്തിൻ്റെ മാതാവും ഭാര്യയോ സഹോദരിയോ ആരെങ്കിലും പൊങ്കാല ഇടുന്നുണ്ടാവും. ആറ്റുകാലമ്മ ഇദ്ദേഹത്തിനും നന്മകൾ വരുത്തട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ഹൈന്ദവന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മനഃപൂർവ്വം പുച്ഛിക്കുകയും കളിയാക്കുകയും ഹനിക്കുകയും ചെയ്യുക എന്ന ഹീനമായ പ്രവൃത്തി അടുത്ത കാലത്തായി കേരളത്തിൽ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ അതിബൃഹത്തായ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടാകാം. അതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഓരോ ഹൈന്ദവനും തയ്യാറാകുമ്പോൾ മാത്രമേ ഇത്തരം മ്ലേച്ഛമായ പ്രവൃത്തികൾക്ക് കുറവ് വരൂ. ഇത്തരക്കാർ ആരും തന്നെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെയോ ആചാരങ്ങളെയോ പറ്റി പറയുന്നുമില്ല. ചിന്തനീയം തന്നെ. ആറ്റുകാലമ്മയുടെ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇതിനെക്കുറിച്ചുകൂടി പറഞ്ഞു പോകുവാനുള്ള ഉത്തരവാദിത്വം മന്ത്രയ്ക്കുമുണ്ട് എന്ന ചിന്തയാണ് ഈ പ്രതികരണത്തിന് പിന്നിൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കും. അർദ്ധരാത്രിയിൽ കൂകി സൂര്യനെ ഉണർത്താൻ ഒരു കോഴിക്കും സാധിക്കില്ല എന്ന പോലെ കോടാനുകോടി വർഷങ്ങളായി അകലെ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി ശോനൻ ഓരിയിടുന്നത് പോലെ സനാതനമായ ഒന്നിനെ കൂകി തോൽപ്പിക്കാമെന്നത് അറിവില്ലായ്മയിൽ നിന്ന് വന്ന വെറുമൊരു വ്യാമോഹമായി മാത്രം കാണാം. എന്നിരുന്നാലും ഹൈന്ദവർ അറിയണം അവൻ്റെ കാൽച്ചുഴിയിലെ മണ്ണിനായി കാതോർത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ. ഓരോ വർഷവും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്നു. ഇനി കാത്തിരിപ്പിൻ്റെ ഒരു വർഷക്കാലം അടുത്ത പൊങ്കാല ദിനത്തിനായി.
ഏവർക്കും ആറ്റുകാലമ്മ നന്മകൾ സമ്മാനിക്കട്ടെ. ഓം ആറ്റുകാൽ ദേവിയെ നമഃ.